കഴിഞ്ഞ ക്ലാസ്സിൽ റൂട്ട്സ് ഓഫ് ട്രാൻസെൻഡൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ബൈസെക്ഷൻ മെത്തേഡ്, ന്യൂട്ടൺ റാപ്സൺസ് മെത്തേഡ്, അത്തരം മെത്തേഡ്സ്. അതിൽ വേറൊരു മെത്തേഡാണ് സക്സസീവ് മെത്തേഡ് ഓർ ഐറ്ററേറ്റീവ് മെത്തേഡ്, വിച്ച് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ടു സോൾവ് റൂട്ട്സ് ഓഫ് ട്രാൻസെൻഡൻഷ്യൽ ഇക്വേഷൻ. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. Suppose we want a real root of an equation f of x equal to 0. f of x equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ഒരു റിയൽ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഇക്വേഷനെ, ഇപ്പം ഇക്വേഷന് നമ്പർ 1 എന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആ ഇക്വേഷനെ ഈ ഫോർമാറ്റിൽ എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് എന്ന ഫോർമാറ്റിൽ എഴുതണം. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിൽ എഴുതിയിട്ട് മാത്രമേ ഈ പറയുന്ന മെത്തേഡിൽ ആ പറയുന്ന റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഒരു ഇക്വേഷൻ തന്നാൽ അതിലെ ഒരു എക്സിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാക്കിയിട്ട് ബാക്കിയുള്ള ടേംസിനെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോവുക. ഇനി അതിനുശേഷം ഫസ്റ്റ് x0 ബി ആൻ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ ടു ആൻ ഇക്വേഷൻ. x0നെ ഇനീഷ്യൽ അപ്രോക്സിമേഷനായിട്ട് എടുക്കുക. സോ ഫസ്റ്റ് സോൾവ് ചെയ്യാനായിട്ട് x0 എന്ന ഒരു ഇനീഷ്യൽ അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കണം. x0 ഇനീഷ്യൽ അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്, ഈ ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് നോട്ട് ഇടുക. വേർ x0 ഇസ് ദ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ വാല്യൂ. അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് അപ്രോക്സിമേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് x1. സോ x1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ 5 ഓഫ് x0, ഈ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ വാല്യൂ നമ്മുടെ സൈ ഓഫ് എക്സിലിടുമ്പോൾ നമുക്ക് നെക്സ്റ്റ് അപ്രോക്സിമേഷനായ ഫസ്റ്റ് അപ്രോക്സിമേഷൻ x1 കിട്ടും. നെക്സ്റ്റ് അപ്രോക്സിമേഷൻ x2 എങ്ങനെ കിട്ടും? സൈ ഓഫ് ഈ അപ്രോക്സിമേഷൻ വാല്യൂ. ആൻഡ് x3 എങ്ങനെ കിട്ടും? സൈ ഓഫ് ഈ അപ്രോക്സിമേഷൻ വാല്യൂ. സോ ഇങ്ങനെ അപ് ടു xn, എപ്പോഴാണോ നമുക്കൊരു റിയൽ റൂട്ട് കിട്ടുന്നത് അതുവരെ xn-1 അതുവരെ ഈ പറയുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ xn-1 ഇതിന് തൊട്ട് മുന്നേ ഉള്ള വാല്യൂ സൈ ഓഫ് n-2ൻ്റെ വാല്യൂവും n-1ൻ്റെ വാല്യൂവും സെയിം ആകുന്നത് വരെ ഈ പറയുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. വൺസ് മോർ ഒന്നുകൂടെ പറയാം. ഈ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിനെ എക്സ് ഈക്വൽ ടു സൈ ഓഫ് എക്സ്, അതായത് ആ ഇക്വേഷനിൽ ഒരു എക്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ബാക്കിയുള്ള സകല ടേമും റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകും. അപ്പോഴാണ് ഈ ഒരു ഫോർമാറ്റിൽ കിട്ടുന്നത്. എന്നിട്ട് നമ്മളൊരു ഇനീഷ്യൽ അപ്രോക്സിമേഷൻ വാല്യൂ എടുക്കും. അത് ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും അല്ലെങ്കിൽ കണ്ടീഷൻസ് പറയും. ആ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ വാല്യൂവിനെ ഈ x0, അതായത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് അപ്രോക്സിമേഷൻ കിട്ടും. അത് കഴിഞ്ഞ് സെക്കൻഡ് അപ്രോക്സിമേഷൻ കിട്ടുന്നത് ഈ കിട്ടിയ x1, ഇവിടെ കിട്ടുന്ന റിസൾട്ടിനെ അടുത്ത x1 ആയിട്ട് ഇവിടെ കൊടുക്കുമ്പോൾ അടുത്ത അപ്രോക്സിമേഷൻ കിട്ടും. x3 കിട്ടുന്നത് x2നെ ഇടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. അൺടിൽ ഇതുവരെ xn, ഈ n എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമൈൻഡ് അല്ല. വെനെവർ വി ഗെറ്റ് എ സൊല്യൂഷൻ, തൊട്ട് മുന്നേ ഉള്ള സൈ എക്സിൻ്റെ വാല്യൂയും തൊട്ട് താഴെയുള്ള സൈ എക്സിൻ്റെ വാല്യൂയും എപ്പോഴാണോ സെയിം ആവുന്നത് അപ്പോൾ നമുക്ക് ആ പറയുന്ന സ്റ്റെപ്പ് വൈൻഡ് അപ്പ് ചെയ്യാം. വേർ ദിസ് വിൽ ബി യുവർ സൊല്യൂഷൻ ഓർ ദ റൂട്ട് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഇക്വേഷൻ എഫ് എക്സ് ഈക്വൽ ടു 0. നെക്സ്റ്റ് നമ്മളിവിടെ ഒരു പ്രോബ്ലമാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് ദ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ ഗിവൻ ബിലോ ടു 5 ഡെസിമൽ പ്ലേസസ്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന ഇക്വേഷനിൽ ടു 5 ഡെസിമൽ പ്ലേസസ്, 5 ഡെസിമൽ പ്ലേസസ് ആണ് ആവശ്യം ആ റൂട്ടിൻ്റെ. ഇക്വേഷൻ ഇതാണ്, x³ പ്ലസ് x² മൈനസ് 1 ഈക്വൽ ടു 0. സോ ആദ്യം ഈ ഒരു ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷൻ്റെ റൂട്ട് ഏത് ഇൻ്റർവെല്ലിലാണ് കിടക്കുന്നതെന്ന് ആദ്യം ഡിറ്റർമൈൻ ചെയ്യണം. സോ ടു ഫൈൻഡ് ദ ഇൻ്റർവെൽ വെയർ ദ റൂട്ട് ലൈസ് നമ്മളൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് എടുക്കുന്നത്. ബിഫോർ ദാറ്റ് എന്താണ് ആ ഒരു ഇൻ്റർവെൽ എന്ന് പറയാം. ഒരു റൂട്ട് എപ്പോഴും കിടക്കുന്നത് ആസ് ദ ഡെഫിനിഷൻ ഇൻ ട്രാൻസെൻഡൻഷ്യൽ ഇക്വേഷനിൽ പറയുന്ന പോലെ തന്നെ ആ റൂട്ട് കിടക്കുന്നത് ഒരു എക്സ് ആക്സിസിലായിരിക്കും. സോ ആ റൂട്ട് കണ്ടുപിടിക്കാൻ ഞാൻ ആദ്യം ഒരു മിനിമം വാല്യൂവും ഒരു മാക്സിമം വാല്യൂവും ആദ്യം ഫിക്സ് ചെയ്യും. ആൻഡ് ദീസ് എ ആൻഡ് ബി ആർ കോൾഡ് ആസ് ദ ഇൻ്റർവെൽ ബിറ്റ്വീൻ വെയർ ദ റൂട്ട് ലൈസ്. സോ ഈ മിനിമം വാല്യൂവും ഈ മാക്സിമം വാല്യൂവും ഈ ഇക്വേഷനത് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. എങ്ങനെ കണ്ടുപിടിക്കാം? വി യൂസ് എ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. എന്താ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്? ഈ ഇക്വേഷനിൽ ചുമ്മാ വാല്യൂസ് ഇട്ട് നോക്കുക. ഫ്രം 0, സ്റ്റാർട്ടിങ് ഫ്രം 0. നിങ്ങൾക്ക് വേണമെങ്കിൽ -1 വരെ മുതൽ ഉപയോഗിക്കാം. ഞാൻ 0 മുതൽ യൂസ് ചെയ്യുന്നു. 0, 1, 2 എക്സെട്ര. പക്ഷേ കണ്ടീഷൻ ഇസ് ദാറ്റ് ദ മിനിമം വാല്യൂ ഷുഡ് ബി നെഗറ്റീവ് ആൻഡ് ദ മാക്സിമം വാല്യൂ ഷുഡ് ബി പോസിറ്റീവ്.
ഇങ്ങനെ 2 വാല്യൂസ് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അതിൽ ഏത് വാല്യൂസ് ഇടുന്നു എന്നുള്ളത് നമ്മുടെ ഇഷ്ടം. സോ ഫസ്റ്റ് ഐ ആം ചൂസിങ് 0 ഫോർ പുട്ടിങ് വാല്യൂ. സോ 0 ഞാൻ ഈ ഇക്വേഷൻ ഇട്ട് നോക്കുമ്പോൾ എന്ത് കിട്ടും? 0 ക്യൂബ് പ്ലസ് 0 സ്ക്വയർ മൈനസ് 1 വിച്ച് ഗീവ് എ മൈനസ് 1 വിച്ച് ഇസ് ലെസ് ദാൻ 0 വിച്ച് ഇസ് നെഗറ്റീവ്. ഇനി നെക്സ്റ്റ് 1 ഇട്ട് നോക്കുവാണ്. സോ 1 ഇട്ട് നോക്കുന്ന സമയത്ത് 1 ക്യൂബ് പ്ലസ് 1 സ്ക്വയർ മൈനസ് 1 വിച്ച് ഗീവ് എ 1 വിച്ച് ഇസ് എ പോസിറ്റീവ് വാല്യൂ. സോ ഇവിടെ നിന്ന് തന്നെ എനിക്ക് -1ഉം 1ഉം, അതായത് ഒരു മിനിമം വാല്യൂവും ഒരു മാക്സിമം വാല്യൂവും എനിക്ക് കിട്ടി. സോ ഐ ഫിക്സ് മൈ റൂട്ട് ലൈസ് ബിറ്റ്വീൻ ദ ഇൻ്റർവെൽ 0 and 1. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് I of 0, 1 വിച്ച് ഈസ് മൈ ഇൻ്റർവെൽ. സോ എപ്പോഴും ഈ 0നും 1നും ഇടയ്ക്കായിരിക്കും എൻ്റെ റൂട്ട് വിച്ച് വിൽ ബി എ പോയിൻറ്റഡ് വാല്യൂ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് 5 ഡെസിമൽ പ്ലേസസിന് ഇടയ്ക്ക് ആ റൂട്ട് കിട്ടണം എന്നുള്ളത്. നമുക്ക് ഇൻ്റർവെൽ കിട്ടി. ഇനി നമ്മൾ psi of x ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൗ വി വിൽ ഫൈൻഡ് psi of x? ഞാൻ പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സിൻ്റെ ഒരു വാല്യൂ, ബാക്കി എല്ലാ വാല്യൂസും നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലാക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു എക്സിനെ കൊണ്ടുവരും? ഇവിടെ തന്നെ ക്യൂബുണ്ട്, സ്ക്വയർ ഉണ്ട്. സോ ഇതിൽ നിന്നും എക്സിനെ മാത്രം സോർട്ട് ഔട്ട് ചെയ്യണം. അപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ 2 ടേം, ഫസ്റ്റ് 2 ടേംസിൽ നിന്നും കോമൺ ആയിട്ട് ഞാൻ എക്സ് സ്ക്വയറിൻ്റെ പുറത്തെടുത്തു. സോ എക്സ് സ്ക്വയർ ഇതിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ഇറ്റ് വിൽ റിമൈൻ 1x. ഇതിൽ നിന്നും എക്സ് സ്ക്വയർ എടുക്കുമ്പോൾ 1. സോ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 1 മൈനസ് 1 ഈക്വൽ ടു 0. എന്നിട്ട് ഈ -1 അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ ഈ ഇക്വേഷൻ ഇതായി. ആൻഡ് ഈ എക്സ് പ്ലസ് 1ൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബിക്കം എക്സ് സ്ക്വയർ ഈക്വൽ ടു 1/x പ്ലസ് 1 ആകും. ഇനി അതിൽ നിന്നും റൂട്ട് മാറ്റുന്ന സമയത്ത് എന്ത് ചെയ്യും? റൂട്ട് ഓഫ് 1 is 1. താഴെ എന്ത് ചെയ്യും? ഈ റൂട്ട് എക്സ് പ്ലസ് 1 ആസ് സച്ച് കിടക്കും. സോ ഈ പറയുന്ന ഇക്വേഷൻ്റെ psi of x എനിക്ക് എങ്ങനെ കിട്ടി? എക്സ് ഈക്വൽ ടു 1/√x വിച്ച് ഇസ് ദ psi of x. അപ്പോൾ psi of x എനിക്ക് കിട്ടി. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യണം? ഐ ഷുഡ് ഫൈൻഡ് ദ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ. എങ്ങനെ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ കിട്ടും? ഇനീഷ്യൽ അപ്രോക്സിമേഷൻ ഇസ് x0. x0 എങ്ങനെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ മിനിമം അതായത് നമ്മുടെ ആ 2 ലിമിറ്റ് ഉണ്ടല്ലോ, ആ 2 ലിമിറ്റിൻ്റെ മിഡ് പോയിൻ്റ് ആണ് നമ്മളെപ്പോഴും ലിമിറ്റായിട്ട് എടുക്കുന്നത്. സെയിം ആസ് ദാറ്റ് ഓഫ് എ ബൈസെക്ഷൻ മെത്തേഡ്. ബൈസെക്ഷൻ മെത്തേഡിൽ യൂസ് ചെയ്തതുപോലെ തന്നെ. അപ്പം ഫസ്റ്റ് എ വാല്യൂ പ്ലസ് ബി വാല്യൂ ബൈ 2, 0 + 1/2 0.5. സോ 0.5 ആ ലിമിറ്റിനകത്ത് തന്നെയാണ്. അതായിരിക്കും എൻ്റെ ഫസ്റ്റ് ഇനിഷ്യൽ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അപ്രോക്സിമേഷൻ x1 എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? psi of x0. അതായത് x0ൻ്റെ വാല്യൂ psi of xൽ കൊടുക്കുമ്പോൾ ഈ പറയുന്ന ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് x0യുടെ വാല്യൂ കൊടുക്കുമ്പോൾ എനിക്ക് x1 കിട്ടും. അപ്പോൾ എങ്ങനെ കൊടുക്കാം? 1/√0.5 plus 1. 1/√0.5 plus 1 which will give 0.81649. സോ നേരത്തെ നമുക്ക് അപ്പോൾ x1ൻ്റെ വാല്യൂ കിട്ടി 0.81649. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഫൈനൽ റിസൾട്ട് അപ് ടു 5 ഡെസിമൽ പ്ലേസസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം അതനുസരിച്ച് 5 ഡെസിമൽ പ്ലേസസ് കാൽക്കുലേറ്ററിൽ സെറ്റ് ചെയ്തെടുക്കുക. അതായത് റിസൾട്ട് ഗെറ്റ് ചെയ്യാൻ കാൽക്കുലേറ്ററിൽ സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ 5 ഡെസിമൽ പ്ലേസസ് തന്നെ കഴിയുന്നതും എടുക്കാൻ നോക്കുക. എന്നാലേ ഫൈനൽ റിസൾട്ട് ആപ്റ്റ് ആവത്തുള്ളൂ. സോ x1 കിട്ടി. ഇനി x2 എങ്ങനെ കിട്ടും? x2 ഈസ് psi of x1. അപ്പോൾ x1ൻ്റെ വാല്യൂ നെക്സ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എനിക്ക് x2 കിട്ടും. എങ്ങനെയാണ്? 1/, നേരത്തെ പോലെ തന്നെ 1/√1 പ്ലസ് ഈ വാല്യൂ കൊടുക്കുമ്പോൾ എനിക്ക് x2 കിട്ടി. ഇനി അടുത്ത x3 എങ്ങനെയാണ് കിട്ടിയ? psi of x2 which is equal to 1/√1 plus 0.74196. Okay, which is equal to 0.75767. അപ്പം ശ്രദ്ധിക്കുക, ഓരോ തവണ റൂട്ട് എടുക്കുമ്പോഴും ഇതിനെ തൊട്ട് മുന്നേ ഉള്ള റൂട്ടും ഇതും ഈക്വൽ ആണോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യുക. അതുവരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം ഈ പ്രോസസ്സ്. അപ്പം ഇപ്പം നോക്കുമ്പോൾ അത് ഓൾമോസ്റ്റ് ആവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് x4 കണ്ടുപിടിക്കുക. psi of x4 എങ്ങനെയാണ്? psi of x3 which is equal to 1/√1 plus 0.75767 which is equal to 0.75427. അപ്പോൾ 75 ഇവിടെയും 75 ബട്ട് 767 ആണ്, 427 ആണ്. ഇപ്പോഴും ആപ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓൾമോസ്റ്റ് റീച്ചിങ് ടു ദ റിസൾട്ട്. നെക്സ്റ്റ് x5 കണ്ടുപിടിക്കുക. x5 എങ്ങനെ കണ്ടുപിടിക്കുക? psi of x4.
സോ x4 കിട്ടി 0.75427. അടുത്ത x5 എങ്ങനെ കണ്ടുപിടിക്കും? psi of x4 നേരത്തെ അതേപോലെ 1/1 പ്ലസ് 0.75427 which will yield 0.75501. അപ്പം ഇതും ഓൾമോസ്റ്റ് ആവുന്നേ ഉള്ളൂ. വീണ്ടും x6 ഫൈൻഡ് ഔട്ട് ചെയ്യുക. psi of x5 which is equal to 1/√1 plus 0.75501 which will yield x6 will yield 0.75485. അപ്പോൾ 75485 വരെ എത്തി. നെക്സ്റ്റ് x7 is psi of x6 which is equal to 1/√1 plus 0.75485 which will yield 0.75488. ഓക്കെ, ഇനി ഇതേപോലെ ഇപ്പോൾ എപ്പോഴും ആയിട്ടില്ല 75485 5 ഡെസിമൽ പ്ലേസസ് ആയിട്ടില്ല. 75548 7548 എന്നാലും ഇതും വ്യത്യാസമാണ്. 5 ഡെസിമൽ പ്ലേസസ് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ അതും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യണം. സോ വീണ്ടും ഈ പറയുന്ന പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക until we get the same result. സോ x7 എന്ത് കിട്ടി? x7 is 0.75488 ആണല്ലോ. നെക്സ്റ്റ് x8 psi of x7 which is equal to 1/√1 plus 0.75488. This will result 0.75488. അപ്പം നമുക്ക് കാണാം ഇവിടുത്തെ റിസൾട്ടും തൊട്ട് മുന്നേ കിട്ടിയ റിസൾട്ടും സെയിം ആണ്. സോ വി ക്യാൻ ഫിക്സ് ദ റൂട്ട് ഓഫ് ഇക്വേഷൻ. റൂട്ട് ഓഫ് ഇക്വേഷൻ ഇതാണ് നമ്മുടെ ഫൈനൽ റൂട്ട്. ഇക്വേഷൻ x³ പ്ലസ് x² മൈനസ് 1 = 0 ഈസ് എന്തുവാ? ഇതാണ് 0.75488. എത്ര ഡെസിമൽ പ്ലേസസ്? 1 2 3 4 5. സോ അപ് ടു 5 ഡെസിമൽ പ്ലേസസ് എനിക്ക് റൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡിൽ റൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ.